ഹൃദയബന്ധങ്ങളുടെ നൂൽപാലം എപ്പോഴാണ് പൊട്ടുന്നത്? ഒരുമിച്ചിരുന്ന് ചിരിച്ചവരും രഹസ്യങ്ങൾ പങ്കുവെച്ചവരും എങ്ങനെയാണ് അപരിചിതരെ പോലെ അകന്നു പോകുന്നത്? ഈ ചോദ്യങ്ങൾ നിങ്ങളെ അസ്വസ്ഥമാക്കുന്നുണ്ടെങ്കിൽ ഈ കഥ നിങ്ങളുടേതാണ്. ഒരു കാലത്ത് ആത്മസുഹൃത്തുക്കളായിരുന്ന ഒരു ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും ഹൃദയസ്പർശിയായ യാത്രയാണിത്. അവരുടെ സൗഹൃദം എങ്ങനെ തകർന്നുവെന്നും അതിന് പിന്നിലെ കാരണങ്ങൾ എന്തൊക്കെയെന്നും നമുക്ക് പരിശോധിക്കാം. ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിലെ ചില ബന്ധങ്ങളിലെ അകൽച്ചയുടെ ഉത്തരവും ഇതിലുണ്ടായേക്കാം. വെൽക്കം ടു മൈ ചാനൽ ദ ഡെയിലി സ്പീക്കിംഗ് ട്രീ. ഒരു കാലത്ത് അടുത്ത കൂട്ടുകാരായി 2 പേരുണ്ടായിരുന്നു. ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും. ഞാനിവർക്ക് മനഃപൂർവ്വം പേരിടാത്തതാണ് കേട്ടോ. കാരണം ഇത് എല്ലാവരുടെയും കഥയാണ്. അവർ ഒരുമിച്ചാണ് പഠിച്ചതും കളിച്ചതും ചിരിച്ചതും സ്വപ്നം കണ്ടതുമെല്ലാം. അവരുടെ സൗഹൃദം വേരുകൾ ആഴ്ത്തിയ ഒരു വലിയ മരം പോലെ ശക്തമാണെന്ന് അവർ വിശ്വസിച്ചു. എന്നാൽ കാലം കടന്നു പോയപ്പോൾ ആ മരത്തിൻ്റെ ചില്ലകളിൽ ചില വിള്ളലുകൾ കാണാൻ തുടങ്ങി. ആൺകുട്ടി പലപ്പോഴും തൻ്റെ ചിന്തകളും അഭിപ്രായങ്ങളും മാത്രമാണ് ശരിയെന്ന് വിശ്വസിച്ചു. പെൺകുട്ടിയുടെ വാക്കുകൾക്ക് അവൻ വേണ്ടത്ര ശ്രദ്ധ കൊടുത്തില്ല. അവൾക്ക് വ്യത്യസ്തങ്ങളായ ആശയങ്ങളുണ്ടെന്നും അതിന് വിലയുണ്ടെന്നും അവൻ മറന്നുപോയി. തൻ്റെ ഇഷ്ടങ്ങൾക്ക് മാത്രം പ്രാധാന്യം നൽകിയത് മെല്ലെ മെല്ലെ പെൺകുട്ടിയുടെ ഹൃദയത്തിൽ ഒരു ചെറിയ മുറിവായി വളർന്നു. അവർ സംസാരിക്കുമ്പോൾ പലപ്പോഴും തർക്കങ്ങൾ ഉയർന്നു. ആൺകുട്ടി തൻ്റെ വാദങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിച്ചപ്പോൾ പെൺകുട്ടിക്ക് തൻ്റെ വിഷമങ്ങൾ പറയാൻ പോലും അവസരം കിട്ടിയില്ല. ഓരോ തവണയും മനസ്സിലാക്കപ്പെടാതെ പോയതിൻ്റെ നിസ്സഹായത അവളിൽ ഒരു കനത്ത ഭാരമായി. സ്നേഹത്തോടെയുള്ള നോട്ടങ്ങൾ അകലങ്ങളായി മാറി. പരസ്പരം ചിരിക്കുവാൻ പോലും സാധിക്കാത്ത അവസ്ഥയായി. പെൺകുട്ടിക്ക് തൻ്റെ ദുഃഖങ്ങളും ഭയങ്ങളും അവനോട് തുറന്നു പറയാൻ ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ അവൻ്റെ പ്രതികരണങ്ങളെക്കുറിച്ച് അവൾക്ക് വിശ്വാസമില്ലായിരുന്നു. അവൻ അവളെ എങ്ങനെ വിലയിരുത്തുമെന്ന് അവൾക്ക് ഉറപ്പില്ലായിരുന്നു. അങ്ങനെ അവർക്കിടയിൽ ഒരു അദൃശ്യമായ മതിലുയർന്നു. അവിടെ വാക്കുകൾക്ക് പോലും പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. കാലക്രമേണ അവർ പരസ്പരം അകന്നുപോയി. ഒരാളുടെ സന്തോഷത്തിൽ മറ്റൊരാൾക്ക് പങ്കുചേരുവാൻ കഴിഞ്ഞില്ല. ഒരാളുടെ ദുഃഖം മറ്റൊരാൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഓരോരുത്തരും അവരവരുടെ ലോകത്ത് തനിച്ചായി. അവർ പരസ്പരം ഒരുമിച്ചുണ്ടായിരുന്നിട്ടും അവരുടെ ഹൃദയങ്ങൾ തമ്മിൽ വലിയൊരു ശൂന്യത രൂപപ്പെട്ടു. അങ്ങനെ ആൺകുട്ടിയും പെൺകുട്ടിയും ഒരിക്കൽ അത്രയധികം സ്നേഹിച്ചിരുന്നിട്ടും കാലം അവരകറ്റി. എന്തുകൊണ്ടായിരുന്നു അവർക്ക് നല്ല സുഹൃത്തുക്കളായി പോലും തുടരാൻ കഴിയാതെ പോയത്? അവരുടെ സൗഹൃദം തകരാൻ തുടങ്ങിയതിൻ്റെ കാരണം മറ്റൊന്നുമല്ലായിരുന്നു. പരസ്പരം മനസ്സിലാക്കാനുള്ള അവരുടെ കഴിവില്ലായ്മ, ആൺകുട്ടിയുടെ അഹങ്കാരം, തുറന്ന് സംസാരിക്കാനുള്ള വൈമുഖ്യം, മറ്റൊരാളുടെ വികാരങ്ങളെ ബഹുമാനിക്കാനുള്ള കുറവ്, ഇവയെല്ലാം ചേർന്ന് അവരുടെ ബന്ധത്തിൽ വിള്ളലുകൾ വന്നു. ആ വിള്ളലുകൾ പിന്നീട് വലിയ ഗർത്തങ്ങളായി മാറി. ഒടുവിൽ ആ സൗഹൃദ മരം നിലംപൊത്തി. ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ്? ഏതൊരു ബന്ധവും നിലനിൽക്കുന്നത് പരസ്പര ധാരണയുടെയും സ്നേഹത്തിൻ്റെയും അടിത്തറയിലാണ്. ഒരാൾ മറ്റൊരാളുടെ കാഴ്ചപ്പാടുകളെ ബഹുമാനിക്കാതിരിക്കുകയും അവരുടെ വികാരങ്ങളെ അവഗണിക്കുകയും ചെയ്യുമ്പോൾ ആ ബന്ധം മെല്ലെ മെല്ലെ നശിച്ചു തുടങ്ങും. ഹൃദയങ്ങൾ തമ്മിലുള്ള സംഭാഷണങ്ങൾ നിലയ്ക്കുമ്പോൾ അകൽച്ചയുടെ കരിനിഴൽ ആ ബന്ധത്തെ മൂടും. അതുകൊണ്ട് സ്നേഹബന്ധങ്ങൾ നിലനിർത്താൻ തുറന്ന മനസ്സോടെ കേൾക്കാനും മറ്റൊരാളുടെ ഹൃദയത്തെ അറിയുവാനും ശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ്. ഓർക്കുക, മനസ്സിലാക്കാത്ത ഹൃദയങ്ങൾ കാലക്രമേണ അകന്നു പോകും. അപ്പോൾ ഈ പ്രശ്നത്തിന് എന്താണ് പരിഹാരം? എങ്ങനെയാണ് അവർക്ക് വീണ്ടും നല്ല സുഹൃത്തുക്കളായി മാറാൻ സാധിക്കുക? ഒന്നാമത്തേത്, ആൺകുട്ടി തൻ്റെ അഹങ്കാരം ഉപേക്ഷിച്ച് പെൺകുട്ടിയുടെ വാക്കുകൾക്ക് ശ്രദ്ധ കൊടുക്കാൻ തയ്യാറാകണം. ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾക്ക് തുല്യ വിലയുണ്ടെന്ന് അവൻ മനസ്സിലാക്കണം. രണ്ടാമത്തേത്, അവർക്കിടയിൽ തുറന്നതും സത്യസന്ധവുമായ ആശയവിനിമയം പുനഃസ്ഥാപിക്കണം. ഭയമില്ലാതെ
തങ്ങളുടെ ചിന്തകളും വികാരങ്ങളും പങ്കുവയ്ക്കുവാൻ അവർ പഠിക്കണം. പരസ്പരം വിശ്വാസത്തോടെ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം. മൂന്നാമത്തേത്, അവർ പരസ്പരം സഹാനുഭൂതിയോടെ കാണാൻ ശ്രമിക്കണം. മറ്റുള്ളവരുടെ സ്ഥാനത്ത് നിന്ന് കാര്യങ്ങൾ ചിന്തിക്കുവാനും അവരുടെ വികാരങ്ങളെ മനസ്സിലാക്കാനും ബഹുമാനിക്കുവാനും അവർ പഠിക്കണം. നാലാമത്തേത്, അവർ പരസ്പരം വിശ്വസിക്കാൻ പഠിക്കണം. തങ്ങളുടെ ദുർബലതകൾ പങ്കുവയ്ക്കുവാനും പരസ്പരം താങ്ങും തണലുമാകുവാനും അവർക്ക് സാധിക്കണം. അഞ്ചാമത്തേത്, കാലത്തിനനുസരിച്ച് വരുന്ന മാറ്റങ്ങളെ അംഗീകരിക്കുവാനും ഒരുമിച്ച് വളരുവാനും അവർ പഠിക്കണം. ഓരോരുത്തരുടെയും താല്പര്യങ്ങളെയും സ്വപ്നങ്ങളെയും ബഹുമാനിക്കുകയും ഒരുമിച്ച് പുതിയ വഴികൾ കണ്ടെത്തുകയും ചെയ്യണം. ഓർക്കുക, ഏതൊരു ബന്ധവും ഒരു പൂന്തോട്ടം പോലെയാണ്. അതിനെ പരിപാലിച്ചില്ലെങ്കിൽ അത് വാടിപ്പോകും. സ്നേഹവും വിശ്വാസവും പരസ്പര ധാരണയും കൊണ്ട് ആ പൂന്തോട്ടത്തെ നനച്ചാൽ അവർക്ക് വീണ്ടും നല്ല സുഹൃത്തുക്കളായി ഒരു പക്ഷേ അതിലപ്പുറവും വളരുവാൻ സാധിക്കും. തെറ്റുകൾ തിരുത്തി പുതിയൊരു തുടക്കം കുറിക്കുവാൻ അവ തയ്യാറാകണം. കാരണം സ്നേഹബന്ധങ്ങൾക്ക് എപ്പോഴും ഒരു രണ്ടാം അവസരമുണ്ട്.